അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 7 ഫിഖ്ഹുൽ ഇസ്ലാമിലെ 9ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അൽ വഹദത്തു താസിയ, 9ാമത്തെ പാഠം. ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം. അപ്പോൾ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഖജനാവിൽ പണം അമിതമായി കുമിഞ്ഞുകൂടിയതറിഞ്ഞ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇറാഖിലെ തൻ്റെ ഗവർണർക്ക് ഇപ്രകാരം എഴുതി: ജനങ്ങൾക്കുള്ള സർക്കാർ ആനുകൂല്യങ്ങളെല്ലാം കൊടുത്തു വീട്ടുക. അദ്ദേഹം മറുപടി എഴുതി: എല്ലാം കൊടുത്തു വീട്ടിയിട്ടും ബാക്കിയുണ്ട്. അവസാനം ജിസിയ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: അടുത്ത വർഷത്തേക്ക് ജിസിയ നാം ഉദ്ദേശിക്കുന്നില്ല. അടുത്ത പാരഗ്രാഫ്. സക്കാത്ത് ശരിയായ രീതിയിൽ വിതരണം ചെയ്യുകയാണെങ്കിൽ ലോകത്ത് ദാരിദ്ര്യമോ സാമ്പത്തിക മാന്ദ്യമോ ഉണ്ടാവുകയില്ല. ശുദ്ധീകരണം എന്നാണ് സക്കാത്തിന്റെ ഭാഷാർത്ഥം. സമ്പത്തിനെയും മനസ്സിനെയും പ്രവർത്തനങ്ങളെയും അത് ശുദ്ധീകരിക്കുന്നു. സമൂഹത്തിൽ സ്നേഹവും കെട്ടുറപ്പും ഉണ്ടാക്കുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുകയും സാമ്പത്തിക സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. യാചന പോലുള്ള കാര്യങ്ങൾ അത് ഇല്ലാതാക്കുകയും ചെയ്യുന്നു. സക്കാത്ത് നൽകാത്തവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. അല്ലാഹു തആല പറയുന്നു: സ്വർണവും വെള്ളിയും സൂക്ഷിച്ചു വെക്കുകയും അല്ലാഹു തആലയുടെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് വേദനയേറിയ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുക. ഒരു ദിനം നരകത്തിലെ അഗ്നിയിൽ അത് ചുട്ടുപഴുപ്പിക്കും. അതുകൊണ്ട് അവരുടെ നെറ്റികൾക്കും പാർശ്വവശങ്ങൾക്കും മുതുകുകൾക്കും പൊള്ളലേൽപ്പിക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചതാണിത്. നിങ്ങൾ തന്നെ ആസ്വദിച്ചു കൊള്ളുക എന്ന് അവരോട് പറയും. സക്കാത്തിന്റെ ഇനങ്ങൾ. സക്കാത്ത് 2 വിധമുണ്ട്. ഒന്ന് ശരീരത്തിന്റെ സക്കാത്ത്. ഇതിന് ഫിത്ർ സക്കാത്ത് എന്നും പറയുന്നു. 2 സമ്പത്തിന്റെ സക്കാത്ത്. കച്ചവടത്തിന്റെ സക്കാത്ത് ഇതിന്റെ ഭാഗമാണ്. നിസാബ് കൈവശമുള്ള എല്ലാ മുസ്ലിമിനും സക്കാത്ത് നിർബന്ധമാണ്. പൊതുമുതലിന് സക്കാത്തില്ല. കുട്ടിയുടെയും ഭ്രാന്തന്റെയും സക്കാത്ത് രക്ഷിതാവാണ് കൊടുക്കേണ്ടത്. ആട്, മാട്, ഒട്ടകം, ധാന്യം, ഈത്തപ്പഴം, മുന്തിരി, സ്വർണം, വെള്ളി എന്നീ 8 വിഭാഗം സ്വത്തിലാണ് സക്കാത്ത് നിർബന്ധമുള്ളത്. പച്ചക്കറി, മറ്റു പഴങ്ങൾ മുതലായവയിലൊന്നും സക്കാത്തില്ല. എന്നാൽ ഇവ കച്ചവട ചരക്കാണെങ്കിൽ കച്ചവടത്തിന്റെ സക്കാത്തുണ്ട്. മാർക്കറ്റ് നിലവാരമനുസരിച്ച് 595 ഗ്രാം വെള്ളിയുടെ വിലയ്ക്ക് തുല്യമായതോ അതിൽ കൂടുതലോ വിൽപ്പന വസ്തുക്കളുള്ള കച്ചവടത്തിന് ഹിജ്റ വർഷപ്രകാരം 1 വർഷം തികയുമ്പോൾ 2.5% സക്കാത്ത് നൽകണം. അതിന്റെ സക്കാത്ത് പണമായാണ് നൽകേണ്ടത്. സക്കാത്ത് നിർബന്ധമായ സമയത്തെ വിട്ട് പിന്തിക്കൽ ഹറാമാണ്. ഈത്തപ്പഴം, മുന്തിരി, തൊലിയില്ലാത്ത ധാന്യങ്ങൾ എന്നിവ 960 ലിറ്ററോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിലും തൊലിയുള്ള ധാന്യങ്ങൾ 1920 ലിറ്ററോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിലും അതിൽ സക്കാത്ത് നിർബന്ധമാണ്. നനയ്ക്കാൻ ചിലവില്ലെങ്കിൽ 10%വും ഉണ്ടെങ്കിൽ 5%വുമാണ് നൽകേണ്ടത്. സ്വർണം 85 ഗ്രാമോ അതിൽ കൂടുതലോ വെള്ളി 595 ഗ്രാമോ അതിൽ കൂടുതലോ 1 വർഷം സൂക്ഷിച്ചു വെച്ചാൽ 2.5% സക്കാത്ത് നൽകണം. അനുവദനീയമായ ആഭരണത്തിന് സക്കാത്തില്ല. 595 ഗ്രാം വെള്ളിയുടെ വിലയ്ക്ക് തുല്യമായ തുക 1 വർഷം പൂർണ്ണമായി സൂക്ഷിച്ചാലും അതിൻ്റെ 2.5% സക്കാത്ത് നൽകണം. സക്കാത്ത് വിതരണത്തിന് 2 ഷർത്തുകളുണ്ട്. ഏതൊക്കെയാണ്? 1 നിയ്യത്ത്, 2 അവകാശികൾക്ക് നൽകുക. അടുത്തത് നോക്കൂ. സക്കാത്തിന്റെ അവകാശികൾ. ഫക്കീർ, മിസ്കീൻ, ഇസ്ലാമിക ഭരണമുള്ളിടത്ത് സക്കാത്തിന്റെ ഉദ്യോഗസ്ഥർ, പുതുമുസ്ലിം, ഉടമയുമായി മോചന കരാറിലേർപ്പെട്ട അടിമ, വീട്ടാൻ മാർഗമില്ലാത്ത കടമുള്ളവർ, ശമ്പളം പറ്റാത്ത യോദ്ധാക്കൾ, യാത്രക്കാർ എന്നിവരാണ് സക്കാത്തിന്റെ അവകാശികൾ. നബി കുടുംബത്തിൽപ്പെട്ടവർക്ക് സക്കാത്ത് നൽകാൻ പാടില്ല. അടുത്തത് നോക്കൂ. സക്കാത്തുൽ ഫിത്ർ. ശരീരത്തിന്റെ സക്കാത്താണ് ഫിത്ർ സക്കാത്ത്. റമളാനിലെ അവസാന ദിവസത്തെ സൂര്യാസ്തമയത്തോടെ ഇത് നിർബന്ധമാകും. അനുയോജ്യമായ വീട്, ആവശ്യമായ പരിചാരകൻ, കടമുണ്ടെങ്കിൽ വീട്ടാൻ ആവശ്യമായ ധനം,
പെരുന്നാളിന്റെ രാപ്പകലുകളിൽ തനിക്കും താൻ ചെലവ് കൊടുക്കാൻ നിർബന്ധമുള്ളവർക്കും ആവശ്യമായ ഭക്ഷണം, വസ്ത്രം എന്നിവയ്ക്ക് ആവശ്യമായതിലധികം ധനമുള്ളവർ തന്റെയും ആശ്രിതരുടെയും ഫിത്ർ സക്കാത്ത് നൽകണം. നാട്ടിലെ മുഖ്യ ആഹാരമാണ് നൽകേണ്ടത്. ഒരാൾക്ക് വേണ്ടി ഒരു സ്വാദ് നൽകണം. പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടുന്നതിനു മുമ്പ് നൽകലാണ് ഏറെ ഉത്തമം. പെരുന്നാൾ നിസ്കാരത്തേക്കാൾ പിന്തിക്കൽ കറാഹത്താണ്. അവകാശികളെ പ്രതീക്ഷിച്ച് നിസ്കാരം കഴിയുന്നതുവരെ താമസിപ്പിക്കുന്നത് കറാഹത്തില്ല. പെരുന്നാൾ ദിവസം കഴിഞ്ഞ് പിന്തിക്കൽ ഹറാമാണ്. ഖളാ വീട്ടൽ നിർബന്ധവുമാണ്. സക്കാത്തിന് പുറമെ സുന്നത്തായ ദാനങ്ങൾ ചെയ്യാനും അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇത്തകുന്നാറ വലൗ ബിശിക്കി തംറത്തിൻ. കാരക്കയുടെ കഷ്ണം സ്വതക്ക ചെയ്തെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. ഈ പാഠത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കുന്നത് സക്കാത്തിനെ കുറിച്ചിട്ടാണ്. സക്കാത്തിന്റെ ഇനങ്ങൾ, സക്കാത്തിന്റെ അവകാശികൾ, സക്കാത്തുൽ ഫിത്തർ, സക്കാത്തിന്റെ നിസാബ്, അതെല്ലാം നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. കൂട്ടുകാർ നന്നായി പാഠം വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് അതിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്ത്, അതിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. നഖ്താറുൽ മുനാസിബ്. 1. ഇതിന് സക്കാത്ത് നിർബന്ധമില്ല. താഴെ കൊടുത്തിട്ടുള്ള 3 ഓപ്ഷനിൽ ഏതിനാണ് സക്കാത്ത് നിർബന്ധമില്ലാത്തത്? അതാണ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? കുട്ടിയുടെ മുതൽ, സ്ത്രീയുടെ മുതൽ, പൊതുമുതൽ. ഏതാണ് സക്കാത്ത് നിർബന്ധമില്ലാത്തത്? പൊതുമുതൽ. അപ്പോൾ അതിൽ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. 2. സ്വർണത്തിന്റെ കുറഞ്ഞ നിസാബ്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 595 ഗ്രാം, 960 ഗ്രാം, 85 ഗ്രാം. ശരി ഉത്തരം ഏതാണ്? 85 ഗ്രാം. അപ്പൊ അതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. 3. സക്കാത്ത് നിർബന്ധമുള്ള പഴം. ഏതൊക്കെയാണ്? ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി. ശരിയായത് ഏതാണ്? മുന്തിരി. അപ്പൊ അതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. നുജീബു ബി കലിമത്തിൻ വാഹിദ. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 1. സക്കാത്തിന്റെ അവകാശികൾ എത്ര? ഉത്തരം 8 വിഭാഗം. 2. നനയ്ക്കാൻ ചെലവില്ലാത്ത നെല്ലിന് എത്ര ശതമാനം സക്കാത്ത് കൊടുക്കണം? ഉത്തരം 10%. 3. സ്വർണത്തിന് എത്ര ശതമാനമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ഉത്തരം 2.5%. 4. ഒരാൾക്ക് വേണ്ടി എത്രയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? ഉത്തരം 1 സ്വാഹ്. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. മൂന്നാമത്തെ പ്രവർത്തനം നക്തുബ് ഫിക്ര. പാരഗ്രാഫ് എഴുതാനുള്ളതാണ്. 1. ഫിത്ർ സക്കാത്ത്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതാം. സക്കാത്തുൽ ഫിത്തർ എന്ന് ഹെഡിങ് കൊടുക്കുക. ശരീരത്തിന്റെ സക്കാത്താണ് ഫിത്ർ സക്കാത്ത്. റമളാനിലെ അവസാന ദിവസത്തെ സൂര്യാസ്തമയത്തോടെ ഇത് നിർബന്ധമാകും. അനുയോജ്യമായ വീട്, ആവശ്യമായ പരിചാരകൻ, കടമുണ്ടെങ്കിൽ വീട്ടാൻ ആവശ്യമായ ധനം, പെരുന്നാളിന്റെ രാപ്പകലുകളിൽ തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളവർക്കും ആവശ്യമായ ഭക്ഷണം, വസ്ത്രം എന്നിവയ്ക്ക് ആവശ്യമായതിലധികം ധനമുള്ളവർ തന്റെയും ആശ്രിതരുടെയും ഫിത്ർ സക്കാത്ത് നൽകണം. നാട്ടിലെ മുഖ്യ ആഹാരമാണ് നൽകേണ്ടത്. ഒരാൾക്ക് വേണ്ടി ഒരു സ്വാഹ് വീതം നൽകണം. പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് നൽകലാണ് ഏറെ ഉത്തമം. പെരുന്നാൾ നിസ്കാരത്തേക്കാൾ പിന്തിക്കൽ കറാഹത്താണ്. അവകാശികളെ പ്രതീക്ഷിച്ച് നിസ്കാരം കഴിയുന്നതുവരെ താമസിപ്പിക്കുന്നത് കറാഹത്തില്ല. പെരുന്നാൾ ദിവസം കഴിഞ്ഞ് പിന്തിക്കൽ ഹറാമാണ്. ഖളാ വീട്ടൽ നിർബന്ധവുമാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ അതിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നക്തുബ് ഫിക്ര. അതിൽ രണ്ടാമത്തത് നോക്കൂ. സ്വതക്കയുടെ മഹത്വം. അതിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു പാരഗ്രാഫ് എഴുതാം. അതിന്റെ ഉത്തരം: സക്കാത്ത് ശരിയായ രീതിയിൽ വിതരണം ചെയ്യുകയാണെങ്കിൽ ലോകത്ത് ദാരിദ്ര്യമോ സാമ്പത്തിക മാന്ദ്യമോ ഉണ്ടാവുകയില്ല. ശുദ്ധീകരണം എന്നാണ് സക്കാത്തിന്റെ ഭാഷാർത്ഥം. സമ്പത്തിനെയും മനസ്സിനെയും പ്രവർത്തനങ്ങളെയും അത് ശുദ്ധീകരിക്കുന്നു. സമൂഹത്തിൽ സ്നേഹവും കെട്ടുറപ്പും ഉണ്ടാക്കുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുകയും സാമ്പത്തിക സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. യാചന പോലുള്ള കാര്യങ്ങൾ അത് ഇല്ലാതാക്കുകയും ചെയ്യുന്നു. പത്രം എഴുതുക. അടുത്തത് തദ്രീബാത്തിലെ 4ാമത്തെ പ്രവർത്തനം നോക്കൂ. തഹ്സീസ്, അസൈൻമെന്റ്. അതിൽ 1. ഈ പാഠത്തിൽ നിന്ന് 5 ചോദ്യങ്ങൾ തയ്യാറാക്കി അവയുടെ ഉത്തരങ്ങൾ എഴുതുക. അപ്പൊ നമ്മൾ തന്നെയാണ് ചോദ്യങ്ങൾ തയ്യാറാക്കേണ്ടതും ഉത്തരങ്ങൾ തയ്യാറാക്കേണ്ടതും. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. 1. സക്കാത്ത് എന്തിനെയെല്ലാം ശുദ്ധീകരിക്കും? ഉത്തരം: സമ്പത്തിനെയും മനസ്സിനെയും പ്രവർത്തനങ്ങളെയും. 2ാമത്തെ ചോദ്യമായിട്ട് എഴുതാം. സക്കാത്ത് എത്ര വിധം? അവ ഏവ? ഉത്തരം: സക്കാത്ത് 2 വിധം. 1 ശരീരത്തിന്റെ സക്കാത്ത്, 2 സമ്പത്തിന്റെ സക്കാത്ത്. ഇനി 3ാമത്തെ ചോദ്യം.
ശരീരത്തിന്റെ സക്കാത്തിന്റെ മറ്റൊരു പേര് എഴുതുക. ഉത്തരം സക്കാത്തുൽ ഫിത്തർ. 4-ാമത്തെ ചോദ്യം, സക്കാത്ത് നൽകാൻ പാടില്ല ആർക്ക്? ഉത്തരം നബി കുടുംബത്തിൽപ്പെട്ടവർക്ക്. 5. ഫിത്തർ സക്കാത്ത് നൽകാൻ ഏറെ ഉത്തമമായ സമയം ഏത്? ഉത്തരം പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ 5 ചോദ്യങ്ങൾ. ഇനി നമുക്ക് തഹസീസിലെ 2-ാമത്തെ പ്രവർത്തനം നോക്കാം. 2-ാമത്തത് നോക്കൂ. സക്കാത്തിന്റെ സാമൂഹ്യ നേട്ടങ്ങൾ എന്ന വിഷയത്തിൽ പ്രബന്ധം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പൊ നമുക്കതൊന്ന് നോക്കാം. ധനികരുടെ സ്വത്തിൽ നിന്ന് അർഹതപ്പെട്ടവർക്ക് നൽകുന്ന നിശ്ചിത വിഹിതമാണ് സക്കാത്ത്. ഇതിന് ശുദ്ധീകരണം എന്നാണ് പേര്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഇതിന്റെ മുഖ്യ ഭൗതിക ലക്ഷ്യമെങ്കിലും ഇത് ഒരു ഇബാദത്തും കൂടിയാണ്. നല്ല വഴിയിൽ സമ്പാദിക്കുന്ന പണം നല്ല വഴിയിൽ ചിലവഴിക്കുന്നു. പിശുക്കും ധൂർത്തും ഇല്ലാതാവുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സാമൂഹിക നീതി സംസ്ഥാപനത്തിനും സക്കാത്ത് വർത്തിക്കും പോലെ ദരിദ്രർക്ക് വേണ്ടി ഒരു സ്ഥിര നിക്ഷേപം നിർണയിച്ച പ്രത്യയ ശാസ്ത്രങ്ങളോ ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. ദാരിദ്ര്യത്തെ താൽക്കാലികമായി ശമിപ്പിക്കുക എന്നതിൽ മാത്രമല്ല സക്കാത്തിന്റെ പ്രതിഫലനം കണക്കാക്കുന്നത്. അത് സാമ്പത്തികമായ വളർച്ചയ്ക്കും കാരണമാവുന്നുണ്ട്. പണമില്ലാത്തവന്റെ കയ്യിൽ പണമെത്തിയാൽ അത് അവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉതകുന്നു. തൽഫലമായി ഒരു സാമൂഹ്യ ബാധ്യത നിറവേറ്റപ്പെടുന്നു. സക്കാത്ത് എന്നത് ജനങ്ങളുടെ ദാരിദ്ര്യം അകറ്റുന്നതോടൊപ്പം അടിസ്ഥാന ജീവിതാവശ്യങ്ങളായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ, വിദ്യാഭ്യാസം എന്നിവയ്ക്കും ഉതകുന്നു. അത് അർഹതപ്പെട്ടവരെ തേടിയെത്തുന്ന ഒരു സഹായമായതുകൊണ്ട് അവന് അഭിമാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്നു. ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി അവൻ ആരുടെ മുമ്പിലും യാചിക്കേണ്ടി വരുന്നില്ല. ഒരുപാട് പാവപ്പെട്ടവർക്ക് അതിന്റെ ഫലം ലഭിക്കുന്നതിനാൽ തന്നെ സമൂഹത്തിന് സാമ്പത്തിക കെട്ടുറപ്പും ഭദ്രതയും ലഭിക്കുന്നു. ഇത് സക്കാത്തിന്റെ ഒരു സാമൂഹ്യ നേട്ടമാണെന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. അപ്പൊ കൂട്ടുകാർക്ക് ഈ പ്രവർത്തനമെല്ലാം മനസ്സിലായല്ലോ? ഇൻഷാ അല്ലാഹ്. അപ്പൊ അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.